ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇപ്പം 2-3 ദിവസമായിട്ട് UAE അവധികളാണ്. അപ്പോൾ അവധിയിലുള്ള സമയത്ത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കറങ്ങുന്നത് എവിടെയൊക്കെയാണ്, നമുക്ക് എവിടെയൊക്കെ ചുറ്റിക്കറങ്ങാമെന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ ഇഷ്ടം തന്നെയാണ്. എന്നാൽ ഒരു വണ്ടിപ്രാന്തനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് വല്ല റേസിംഗ് കാണാൻ പോയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാർ മ്യൂസിയം കാണാൻ പോയാലോ അങ്ങനെ എവിടെയൊക്കെയാണ് ആദ്യം ചിന്തിക്കുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതേമാതിരി നിങ്ങൾ അബുദാബിയിലുള്ളവർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ കാണുന്ന ഒരു കാർ മ്യൂസിയം. ഇത് എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയമാണ്. ഇതിൻ്റെ അകത്ത് എൻട്രൻസ് ഫീ വരുന്നത് 55 ദിറംസ് ആണ്. അപ്പോൾ 55 ദിറംസിന് ഒരു വർത്തായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് പോകുന്ന എൻട്രൻസിൽ തന്നെ ഈ കാണുന്ന ഒരു മെഴ്സഡസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരിക്കുന്ന ഒരു വണ്ടിയും കൂടി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം വലുതാണ്, അതേമാതിരി തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ചേസൊക്കെ കൊടുത്തിട്ട് ഒരു അന്യായ ലുക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ഇവിടെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള കുറേ വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഗിന്നസിന് ഇതുവരെ അപ്ലൈ ചെയ്യാത്ത വണ്ടികൾ പോലും ഉണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഷുവറായിട്ടും ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നതാണ്. ഇത് ഇവിടെ UAE മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. 2010 ഈ ഒരു വാഹനത്തിന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഭീമാകാരമായ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് തന്നെ. നിങ്ങൾക്ക് കാണാം ഒരു നോർമൽ ഒരു വണ്ടി, ഒരു ജീപ്പ് വില്ലീസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത് മാത്രമൊന്നല്ല ഇവിടെയുള്ള വണ്ടികളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മറ്റൊരു വീഡിയോയും കൂടി ഞാൻ ഇടുന്നതാണ് എൻ്റെ ഈ ചാനലിൽ തന്നെ ഉടൻ തന്നെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിരവധി വാഹനങ്ങൾ പഴയകാലം മുതലുള്ള എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ വരെയുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.